ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 91. നമ്മൾ ഉത്തരാർച്ചിതത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. ഇതിൽ ഇന്ദ്രനെ പറ്റിയുള്ള പരാമർശമാണ്. ഇന്ദ്രൻ എന്നത് നമ്മുടെ എല്ലാ യജ്ഞങ്ങളിലും നമ്മളെ സഹായിക്കുന്ന ഒരു ശക്തിയാണ്. എങ്ങനെയെന്നാൽ നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു സയൻസ് ഉണ്ട്. ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മം ചെയ്യണം. അല്ലേ വേണ്ട, ഒരു പാചകം ചെയ്യുകയാണെന്ന് വെച്ചോളൂ. പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്നിട്ട് പാത്രത്തിലിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കി കൊടുക്കണം. അപ്പോഴാണ് അതൊരു പുതിയ വസ്തുവായിട്ട് മാറുന്നത്. അപ്പോൾ പാചകക്കുറിപ്പും സാധനങ്ങളും മാത്രം ഉണ്ടായാൽ പോരാ, അതിനെ ഏകോപിപ്പിക്കാൻ ഒരാൾ വേണം. അതാണ് നമ്മളാണെല്ലാം മുറിച്ചിട്ടിട്ടെല്ലാം കൊടുക്കുന്നത്. അതേപോലെ ആ പാത്രത്തിൻ്റെ അകത്ത് ഈ ഇട്ട സാധനങ്ങളെല്ലാം ഒരു പുതിയ വസ്തു സാമ്പാറായി മാറിയാണെന്ന് വെച്ചോളൂ. അപ്പോൾ അവിടെയും ഒരു ശക്തി അവിടെ ഏകോപിപ്പിക്കാനുണ്ട്. അതിനാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ശക്തി അവിടെ ഏകോപിപ്പിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് പല രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിവിശേഷമാണ്. സയൻസ് തത്വത്തിൽ നിന്ന് തന്നെയാണ് അത് ഉത്ഭവിക്കുന്നത്. അതാണ് അതിനെ ഏകോപിപ്പിച്ചിട്ട് പുതിയ വസ്തുവാക്കിയിട്ട് മാറ്റുന്നത്. അപ്പം നമ്മളെല്ലാം ചെയ്യുന്ന എല്ലാ യജ്ഞം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം വേറൊന്നാക്കി മാറ്റുകയാണ്. അതിലെല്ലാം അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. അപ്പം ആ ഇന്ദ്രനാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം അരിയും വെള്ളവും എല്ലാം പാത്രത്തിലിട്ട് അഗ്നി കൊടുക്കുന്നത് ആ പാത്രത്തിലുള്ള ഇന്ദ്രൻ എന്ന ശക്തിവിശേഷത്തെയാണ്. അതെടുക്കും, എന്നിട്ട് നമുക്ക് എന്ത് തരും? അതിൻ്റെ പ്രൊഡക്റ്റ് തരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ ആദ്യം 277 മന്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇന്ദ്രനോട് പറയാണ്, നീ വേഗം വന്നിട്ട് നമ്മളെ സോമം പാനം ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന വസ്തുവിനാണ് സോമം എന്ന് പറയും. ഇപ്പം ചോറ് വെക്കുകയാണെങ്കിൽ അരിയും വെള്ളം എല്ലാം ആണ് കൊടുക്കുന്നത്. അതാണ് സോമം. അതാർക്ക് കൊടുക്കുക? ആ പാത്രത്തിലുള്ള ഇന്ദ്രന്, ആ ശക്തിവിശേഷത്തിന് കൊടുക്കുകയാണ്. അപ്പം നീ എന്ത് വേണം? അത് വന്നിട്ട് പാനം ചെയ്യുക. പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആധുനിക മാനേജ്മെൻറ്റിൽ എന്താ പറയുക, കൊടുക്കുന്ന ഇൻപുട്ടിനെ സിസ്റ്റം എടുത്തിട്ട് സിസ്റ്റം നമുക്ക് വേണ്ട ഔട്ട്പുട്ട് തരും. അതെടുക്കുന്നു. അതിനാണ് ഇവിടെ പാനം ചെയ്യുക എന്ന് പറയും. ഈ കൊടുക്കുന്ന വസ്തു അല്ലെങ്കിൽ സോമം എടുത്തിട്ട് അതിലൂടെ ആനന്ദം അനുഭവിക്കുക. ഇന്ദ്രനോട് പറയാണ്, അത് കിട്ടുമ്പോൾ നീ എനിക്ക് ആനന്ദം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു വീട് വെക്കണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ കല്ലും മണ്ണും ജോലിക്കാരിയെല്ലാം ആർക്കാണ് കൊടുക്കുന്നത്? മേസ്ത്രിക്കാണ് കൊടുക്കുന്നത്. അപ്പം മേസ്ത്രി അതെടുത്തിട്ട് നമുക്കെന്ത് തരും? വീട് തരും. അപ്പം മേസ്ത്രി എപ്പോഴാണ് സന്തോഷമാവുക? ഇപ്പം 100 കല്ല് വേണ്ടിക്ക് 100 കൊടുക്കണം. 99 കൊടുത്താൽ മേസ്ത്രിക്ക് സന്തോഷമാവില്ല. അതുപോലെ ഇന്ദ്രന് സയൻസിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സന്തോഷം, ആനന്ദം. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കല്ലിനാൽ ഇടിച്ചു പിഴിഞ്ഞ സോമരസം കുതിരശക്തിയായിട്ട് വരുന്ന, രഥത്തിലേറി വരുന്ന ഇന്ദ്രനെ സമർപ്പിക്കുന്നു. കല്ലിനാൽ ഇടിച്ചു പിഴിഞ്ഞ സോമത്തെ എപ്പോഴും സോമനീരാണ് കൊടുക്കുക. മഴ പെയ്യിപ്പിക്കാനെല്ലാം സോമലതയിൽ നിന്ന് ഒഴുക്കുന്ന നീരാണ് മഴ. അപ്പം അവിടെ നീരെടുത്ത് എങ്ങനെയാണ് എടുക്കുന്നത്? വെറുതെ വള്ളിയെടുത്തിട്ട് അങ്ങ് അഗ്നിയിലിട്ടാൽ പോരാ, അതിനെ ഇടിച്ചു പിഴിഞ്ഞ് എടുക്കണം. അതായത് ശുദ്ധമായിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കുമ്പോൾ അരിയെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ല അരി എടുത്ത് നല്ല വെള്ളം എല്ലാം ആയിട്ട് കൊടുത്താലേ ഇന്ദ്രന് തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഇന്ദ്രൻ വന്നിട്ട് എന്ത് ചെയ്യും? അത് ബലം പ്രയോഗിച്ച്, അതായത് ബലം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അത് നമുക്ക് ആനന്ദം നൽകും. അതിനും ആനന്ദം ഉണ്ടാവും, നമുക്കും ആനന്ദം ഉണ്ടാകും. കാരണം അത് ആ കൊടുത്ത സാധനം എടുത്തിട്ട് നമുക്ക് വേണ്ട സാധനമാക്കിയിട്ട് മാറ്റിത്തരും. ഇനി 278 ഹരി എന്ന അക്ഷരത്തോടൊപ്പമാണ് അത് വരുന്നത്. ഹരി എന്നത് ഹരിക്കുക അല്ലെങ്കിൽ ചെറുതാക്കുക, സാധാരണ ആ അർത്ഥത്തിലും എടുക്കാം. സാധാരണ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു മേശ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യുക?
മരം എടുത്തിട്ട് മുറിച്ച് തറച്ച് പലതായിട്ട് മുറിക്കുകയും കൂട്ടിച്ചേർക്കുകയാണ്. ഒരു ഷർട്ട് ഉണ്ടാക്കേണ്ടത് തുണി മുറിച്ച് കൂട്ടിച്ചേർക്കുകയാണ്. അതുപോലെ തന്നെ അരി ചോറാവുമ്പോൾ അരിൻ്റെ അകത്ത് കുറേ തന്മാത്രകൾ തമ്മിൽ പൊട്ടിക്കുകയും ചേർക്കുകയും എല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് ഹരി എന്ന അശത്തോടു കൂടി ഇന്ദ്രൻ എന്ന് പറഞ്ഞത്. അതിനെ മുറിക്കുകയും തറയ്ക്കുകയെല്ലാം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് സോമം ഒഴുകി വരുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന വസ്തു ആ ഇന്ദ്രന്റെ മുമ്പിലേക്കാണ് എത്തിച്ചേരുന്നത്. അത് കുടിച്ചത് കൊണ്ടാണ് അതിന് ശക്തി ലഭിച്ചിട്ട് അതെന്ത് ചെയ്യുന്നത്, ശത്രുക്കളെ അക്രമികളെ നശിപ്പിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് യജ്ഞം ചെയ്യുന്നത്? ഇപ്പം നമ്മൾ അരി ചോറാക്കണം എന്ന് വെച്ചോളൂ. അരിക്കൊരു പ്രത്യേകതയുണ്ട്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം സത്വഗുണപ്രകാരം അരി അതിന് സമ്മതിക്കില്ല. എല്ലാ വസ്തുവിനും അതേപോലെ നിൽക്കാനാണ് ടെൻഡൻസി. അതിൽ നിന്ന് മാറ്റേണ്ടിക്കാൻ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ഒരു ബലം പ്രയോഗിക്കണം, രജോ ഗുണം പ്രയോഗിക്കണം. അപ്പോൾ ഒരു എതിർപ്പും ഉണ്ടാവും. അതാണ് തമോ ഗുണം, ന്യൂട്ടന്റെ തേർഡ് ലോ, എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ ഏത് കർമ്മത്തിലും ഒരു എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ആ വസ്തുവിനെ പുതിയൊരു വസ്തുവാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ആ എതിർപ്പിനെയാണ് അക്രമികളെ. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? ആ അക്രമികളെ, ആ തടസ്സങ്ങളെ ഇല്ലാതാക്കും. ധനത്തിൻ്റെ നാഥനായ ഇന്ദ്രന് ആനന്ദം നൽകുക, അതാണ് ധനം നൽകുന്നത്. നമ്മളിപ്പോൾ ഒരു സാധനം, ഒരു യജ്ഞം ചെയ്തിട്ട് ഒരു സാധനത്തെ വേറൊന്നാക്കിയാൽ അതിൻ്റെ വില കൂടും. അത് വിറ്റിട്ട് നമുക്ക് നല്ല ധനം കിട്ടും. ഇപ്പം അരി വാങ്ങിയിട്ട് ചോറാക്കിയിട്ട് പാക്കറ്റിലാക്കി വിറ്റ് കഴിഞ്ഞാൽ നല്ല വില കിട്ടും. അപ്പോൾ അതിനെല്ലാം സഹായിക്കുന്ന ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രൻ ധനത്തിൻ്റെ നാഥൻ കൂടിയാണ്. ഇനി നമുക്ക് 279 എന്താ പറയുന്നത് നോക്കാം. ഇന്ദ്രനോട് പറയാണ്, അനേകം നല്ല വാക്കുകൾ വസിഷ്ഠൻ അങ്ങേക്ക് നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ എഴുതിയ ഋഷികളാണ്. വാക്കുകൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. അപ്പം ഇന്ദ്രൻ എപ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിലെ കർമ്മങ്ങൾ ചെയ്യുള്ളൂ. ആ സയൻസിനാണ് വാക്കുകൾ, അല്ലെ വേദമന്ത്രങ്ങൾ, സ്തുതികൾ എന്നെല്ലാം പറയുന്നത്. വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഋഷികളാണ്. അങ്ങനെ ഋഷികൾ പുസ്തകത്തിലൂടെ ഇഷ്ടം മാതിരി വേദവാക്യങ്ങൾ, സയൻസ് തത്വങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അതിലൂടെ അവർ യജ്ഞം ചെയ്തിട്ടുണ്ട്. അതുപോലെ യാഗശാലയിലെ നമ്മുടെ ഹവിസിനെയും സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുക. അങ്ങനെ നമ്മളും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇനി 280 യുദ്ധങ്ങളെ നയിച്ച് ശത്രുക്കളെ നശിപ്പിക്കുന്ന ഇന്ദ്രന് വേണ്ടിയുള്ള നമ്മളുടെ സ്തുതികൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ യജ്ഞങ്ങൾ ചെയ്യുന്നത്. ആ യജ്ഞം ചെയ്യുമ്പോൾ ഒരു തടസ്സം അതിനുണ്ടാവും. നമ്മളൊരു യജ്ഞം ചെയ്യുന്ന ഒന്നിനെ വേറൊരു ഫോമിലേക്കാക്കി മാറ്റാൻ വേണ്ടിയാണ്. അപ്പം തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെയാണ് ശത്രു. അതൊരു യുദ്ധം തന്നെയാണ്. ഒരു യജ്ഞം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുമ്പിനെ കൊടുവാളാക്കുമ്പോൾ ചൂടാക്കിയിട്ട് അടിക്കുമ്പോൾ ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ശക്തി അതിനെ എതിർക്കുന്നു. അപ്പോൾ ആ ശത്രുക്കളെയെല്ലാം ഇല്ലാതാക്കിയ ആ യുദ്ധത്തിൽ നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അപ്പം നമ്മൾ എന്ത് വേണം? സ്തുതികൾ ഇന്ദ്രന് നേരെ അയക്കണം. അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അപ്പോൾ മാത്രമേ ഇന്ദ്രൻ അവിടെ വരികയുള്ളൂ. അതിനെ നമ്മൾ വേണ്ട തരത്തിൽ മാറ്റിയെടുത്ത് തരികയുള്ളൂ. അതിലൂടെ ആനന്ദം കൊണ്ടിട്ടാണ് ഇന്ദ്രൻ അവിടെ പ്രത്യക്ഷനാകുന്നത്. അപ്പം നമ്മൾ ശരിയായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പം ഇന്ദ്രൻ അവിടെ വരും. അതിനെ ഏകോപിപ്പിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റിത്തരും. അങ്ങനെ ആ ഒരു ശ്രേഷ്ഠ സ്ഥാനത്താണ് ഇന്ദ്രൻ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ അത്രയും ശ്രേഷ്ഠമായ സ്ഥാനത്താണ്. നിയമപ്രകാരമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. സയൻസിൻ്റെ അടിസ്ഥാനത്തിലെ മാത്രമേ അത് നമ്മളെ യജ്ഞത്തെ പൂർണ്ണമാക്കുകയുള്ളൂ. എന്നിട്ട് ധനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ സമർപ്പണം ചെയ്യുക. നമ്മൾ കൊടുക്കേണ്ട വസ്തുക്കൾ, ശാസ്ത്രങ്ങൾ, സയൻസുകൾ എല്ലാം വെച്ചിട്ട് അതിനെ സമീപിക്കണം.
ഇപ്പം അരിയും വെള്ളമെല്ലാമാണെങ്കിൽ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് പാത്രത്തിലിട്ട് അഗ്നി കൊടുത്ത് വേണ്ട അഗ്നി കൊടുത്തിട്ട് ഇന്ദ്രനെ സമീപിച്ചാൽ ഇന്ദ്രൻ നമുക്ക് എന്ത് ചെയ്യും, അതിനെ ധനമാക്കിയിട്ട് ധനം എന്ന് പറഞ്ഞാൽ അത് വിറ്റിട്ട് നമുക്ക് പണം ഉണ്ടാക്കാം. ഇനി 281, ഋത്തിക്കുകളിൽ നിന്ന് സ്തുതിവചനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്യുന്നവർ, ഇപ്പം ചോറ് ഉണ്ടാക്കുന്നവർ, അത് അറിഞ്ഞ് ആ ജ്ഞാനമുള്ളവർ യജ്ഞം ചെയ്യുമ്പോഴാണ് ഋത്തിക്കുകൾ. ചോറുണ്ടാക്കുന്ന ആളും ഋത്തിക്കുകൾ തന്നെയാണ്, കാരണം അവർക്ക് അതിനെപ്പറ്റി നല്ല വിവരമുണ്ട്. അപ്പോൾ ഋത്തിക്കുകൾ എന്താ ചെയ്യുക, സ്തുതിവചനങ്ങൾ ഉയർത്തുന്നു. ആര് യജ്ഞം ചെയ്യുമ്പോഴും ഒരു സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് ആ യജ്ഞം തുടങ്ങുക. ശ്രോതാക്കളോട് യജ്ഞകർത്താവ് പറയുന്നത് എന്താണ്? അങ്ങനെ യജ്ഞം ചെയ്യുന്നവരോട് പറയുകയാണ്, നിങ്ങളുടെ സ്തുതികൾ ഇന്ദ്രൻ്റെ ചുവട്ടിലെത്തട്ടെ. അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചാൽ മാത്രമേ ഇന്ദ്രൻ വരികയുള്ളൂ. ഒരു ഇരുമ്പിനെ അടിച്ച് പരത്തണ്ടിക്കൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ വിളിക്കണം. അതായത് ചൂടാക്കിയിട്ട് അടിക്കുമ്പം വിളിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിനെ പരത്തിത്തരും. ഇനി 282, ശ്രോതാവിൽ നിന്നും സ്തുതികൾ ഉയരുമ്പോൾ. അപ്പം ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ എടുത്തെടുത്ത് പറയുന്നത്. സ്തുതികൾ ഉയരുമ്പോൾ ഇന്ദ്രന് സമീപം അത് എത്തുന്നു. അപ്പോൾ ഇന്ദ്രൻ അതിനെ സ്വീകരിച്ചിട്ട് യജ്ഞകർത്താവിന് അനുഗ്രഹം ചൊരിയുന്നു. അനുഗ്രഹം ചൊരിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹം സാധിക്കും. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ചെയ്താൽ ആ ഇന്ദ്രൻ വന്ന് സാധിപ്പിച്ചു തരും. എന്നിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി തരുന്നു. നമ്മൾ ഈ യജ്ഞം ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുമ്പോഴാണ് പുരോഗതി ഉണ്ടാകുന്നത്. അതിലെല്ലാം ഇന്ദ്രനാണ് ആ കൊടുക്കുന്ന വസ്തുക്കളെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയതായിട്ട് തീർക്കുന്നത്. ഇനി 283, അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ മനുഷ്യൻ്റെ നാഥനാണ്. കാരണം ഇന്ദ്രനില്ലെങ്കിൽ നമ്മളെ കർമ്മങ്ങളെല്ലാം പോലെ. ഇപ്പം അരിനെ ചോറാക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും. നമുക്കെന്താ ചെയ്യാൻ പറ്റും? പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് അരി ഇട്ട് ചൂടാക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ഇന്ദ്രൻ തന്നെയാണ്. ഇന്ദ്രൻ എന്ന ഒരു ഫോഴ്സാണ്, അതൊരു ഫോഴ്സാണ്. അപ്പം ആ ഫോഴ്സ് മനുഷ്യരുടെ നാഥനാണ്. അത് രഥത്തിലാണ് സഞ്ചരിക്കുന്നത്, വളരെ വേഗത്തിലെത്തും. കാരണം ഇവിടെ ചോറുണ്ടാക്കുമ്പോഴോ ഇന്ദ്രൻ ഇവിടെ എത്തും. ഇനി അമേരിക്കയിൽ അതേസമയം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എത്തും. അപ്പോൾ അത്രയും വലിയ രഥത്തിലാണ് ആശാന്റെ പോക്ക്. എല്ലായിടത്തും ആ ഒരു ശക്തിവിശേഷം ഉണ്ട് എന്ന് സാരം. അത് എല്ലാ സേനകളുടെയും നാഥനാണ്. എവിടെയും ഒരു യുദ്ധമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്ത് ഒരു വസ്തുവിനെ വേറെ ഒന്നാക്കി മാറ്റുമ്പോൾ അതിന് എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് വേണം യജ്ഞം ചെയ്യാൻ. അപ്പം അത് സേനകളുടെയെല്ലാം നാഥനാണ്, വൃത്രാസുരനെ നശിപ്പിച്ചിട്ട്. അപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ എന്തുണ്ട്? അതിനൊരു എതിർപ്പുണ്ട്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷനാണ് ഇവിടെ വൃത്രാസുരൻ എന്ന് പറയുന്നത്. അപ്പം വൃത്രാസുരനെ നശിപ്പിച്ചിട്ട്, ആ എതിർപ്പിനെ നശിപ്പിച്ചിട്ട് എപ്പോൾ നശിപ്പിക്കുന്നു? ഞാൻ ഇന്ദ്രന് നേരെ സ്തുതി അർപ്പിക്കുമ്പോൾ. അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഇന്ദ്രൻ അത് സാധിപ്പിച്ച് തരും. ഇനി 284, അതുകൊണ്ട് രക്ഷ ലഭിക്കണ്ടെങ്കിൽ നമ്മൾ യജ്ഞം ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എല്ലാ യജ്ഞത്തെയും പൂർത്തീകരിക്കുന്ന ശക്തി ഇന്ദ്രനാണ്. അപ്പം രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി യജ്ഞകർത്താക്കളോട് പറയുകയാണ്, നിങ്ങൾ ഹവിസ് തുടങ്ങിയവ ഇന്ദ്രന് നൽകുക. എന്നിട്ട് എല്ലാ ഹവിസുകളും ഇന്ദ്രന് നൽകി ഇന്ദ്രനെ സ്വീകരിക്കുക. ഹവിസ് ഇന്ദ്രന് നൽകുക എന്ന് പറഞ്ഞാൽ ഹവിസാണ് നമ്മൾ യജ്ഞം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു. അപ്പം എന്തെങ്കിലും വസ്തുക്കളിൽ ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്യണം, അധ്വാനിക്കണം. അപ്പോൾ അർപ്പിക്കുന്ന, നമ്മൾ കൊടുക്കുന്നതാണ് ഒരു ശക്തി. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയൊരു സാധനം ഉണ്ടാക്കുകയോ മറ്റോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹവിസ് ഇന്ദ്രനായിട്ട് അർപ്പിച്ചിട്ട് ഇന്ദ്രനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാലും ഇന്ദ്രൻ ശത്രുക്കളെ തരണം ചെയ്യാൻ കഴിവുള്ളവനാണ്. എന്ത് പ്രതിബന്ധങ്ങളെ, നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും പ്രതിബന്ധങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷനെ മറികടക്കണം.
ഇന്ദ്രൻ അതാണ് ശത്രുക്കൾ. ആ ശത്രുക്കളെ മറികടക്കുന്നവനാണ്. എന്നിട്ട് നിങ്ങളിൽ അദ്ദേഹം അനുഗ്രഹം ചൊരിയും. അതായത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം സാധിപ്പിച്ചു തരും. നിങ്ങൾ കർമ്മം ചെയ്താൽ മതി, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. അപ്പോൾ ആ കർമ്മത്തെ പൂർത്തീകരിക്കും ആര്? ഇന്ദ്രൻ. എന്നിട്ട് നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരും. അതാണ് അനുഗ്രഹം ചൊരിയുന്നു. അതിനായി ഇന്ദ്രൻ എന്ത് ചെയ്തിട്ടുണ്ട്? കയ്യിൽ വജ്രം ധരിച്ചിട്ടുണ്ട്. കാരണം ഏതൊരു യജ്ഞവും നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഇടിക്കുകയും പൊടിക്കുകയും എല്ലാം ചെയ്തിട്ട് തന്നെയല്ലേ എന്തും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടിക്കും തേങ്ങ എടുത്ത് ചിരുകി ചിരണ്ടിയിട്ട് അതിനെല്ലാം വേർപെടുത്തിയല്ലേ ചെയ്യുന്നത്. ഒരു വെണ്ടക്കേനെ മുറിച്ച് മുറിച്ച് പലതാക്കും. അവ മുറിക്കലും തറയ്ക്കലും യോജിപ്പിക്കലുമാണ് യജ്ഞം എന്ന് പറയുന്നത്. ഏത് യജ്ഞത്തിലും ഇതെല്ലാം തന്നെയാണ് മുറിക്കൽ. അപ്പോൾ ഇന്ദ്രനും അതിൻ്റെ അകത്ത് ചെയ്യുന്ന എന്താണ്? ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ വെണ്ടേനെ മുഴുവൻ പൊട്ടിക്കും, അതിൻ്റെ ജ്യൂസിങ് വലിച്ചെടുക്കും, തക്കാളീൻ്റെ ജ്യൂസ് എടുക്കും, അങ്ങനെ എല്ലാം എടുത്തിട്ട് പരിപ്പിൻ്റെ എടുക്കും, എല്ലാം കൂടി ചേർത്ത് ഒരു പ്രത്യേക തരം വസ്തുവാക്കിയിട്ട് അതാണ് സാമ്പാർ നമുക്ക് തരും. ആ പ്രവർത്തനത്തെ ഏകീകരിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രന് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇടിക്കലും പൊളിക്കലും എല്ലാം തന്നെയാണ്. അപ്പം അതിനെന്ത് വേണം? നല്ല ആയുധം വേണം. ഏറ്റവും ഹാർഡായ വസ്തു എന്താണ്? വജ്രായുധം. അതുകൊണ്ട് ഇന്ദ്രൻ വജ്രായുധമായിട്ടാണ് നടക്കുന്നത്.